32 വർഷങ്ങൾക്ക് മുമ്പ് ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രം ഇന്ദ്രജാലം സിനിമാ പ്രേക്ഷകർക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. രാജാവിന്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഡെന്നീസ് ജോസഫ്, തമ്പി കണ്ണന്താനം, മോഹൻലാൽ എന്നിവർ വീണ്ടും ഒന്നിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഒരു ഹിറ്റ് ഗാനമുണ്ട്, കുഞ്ഞിക്കിളിയെ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ. ഈ ഗാനം ഇപ്പോഴും പലരുടെയും ഇഷ്ടഗാനങ്ങളിൽ ഒന്നായിരിക്കും. ഈ ഗാനത്തിൽ മോഹൻലാലിനോട് പിണക്കം അഭിനയിച്ചു നടക്കുന്ന ഒരു നടിയുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയായ ശ്രീജയാണ് ആ നടി. നാടക അഭിനേതാക്കളായ ശ്രീധരന്റെയും ഉഷയുടെയും മകളായ ശ്രീജയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ നാടകത്തോടും സിനിമയോടും ഒക്കെ താല്പര്യം കൂടുതലായിരുന്നു. 1982 ഇറങ്ങിയ നിധി എന്ന സിനിമയിലൂടെയാണ് ബാലതാരമായി ശ്രീജ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് മനോരമ വാരികയിലെ കനകച്ചിലങ്ക എന്ന നോവലിലെ ചിത്രങ്ങൾക്ക് മോഡലാകുകയും അവിടുന്ന് അവതാരകയായി രംഗപ്രവേശം നടത്തുകയും ചെയ്തു. പ്രമുഖ സിനിമാക്കാരുടെ ഇന്റർവ്യൂകൾ അന്ന് ശ്രീജ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള വഴിയും ശ്രീജയ്ക്ക് എളുപ്പമായിരുന്നു. 1985 സിബി മലയിൽ സംവിധാനം ചെയ്ത് മുകേഷ്, നെടുമുടി വേണു, ലിസി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മുത്താരംകുന്ന് പിയോ എന്ന ചിത്രത്തിൽ നായികയുടെ കൂട്ടുകാരിയുടെ വേഷത്തിലെത്തിയത് ശ്രീജയായിരുന്നു. നടിയുടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു അത്. പിന്നീട് ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയിലും നടി വേഷമിട്ടു. 87 നടൻ ജഗതി ശ്രീകുമാർ സംവിധാനം ചെയ്ത അന്നക്കുട്ടി കോടാമ്പാക്കം വിളിക്കുന്നു എന്ന സിനിമയിലെ നായിക അന്നക്കുട്ടിയായി വേഷമിട്ടത് ശ്രീജയായിരുന്നു. ഇതിനുശേഷം നിരവധി കഥാപാത്രങ്ങളാണ് ശ്രീജയെ തേടിയെത്തിയത്. സത്യനന്ദിക്കാടിന്റെ മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ വിലാസിനി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ജയറാമിന്റെ കഥാപാത്രമായ വേലായുധം കുട്ടി തന്റെ സഹോദരി വിലാസിനിയുടെ വിവാഹം സ്വപ്നം കാണുന്നതിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത് തന്നെ. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത കമലഹാസൻ, ജയറാം, തിലകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചാണക്യൻ എന്ന സിനിമയിൽ കമലഹാസന്റെ സഹോദരി വേഷത്തിലെത്തിയത് ശ്രീജയായിരുന്നു. നിരവധി സിനിമകളിൽ പിന്നീട് ശ്രീജയെ കാണുവാൻ കഴിഞ്ഞു. ജാഗ്രതയിലെ വന്ദന, ചെറിയ ലോകവും വലിയ മനുഷ്യരിലെ നീതു, ഡോക്ടർ പശുപതിയിലെ ഉഷ, കുറ്റപത്രത്തിലെ ഷേർലി, എഴുന്നള്ളത്ത്, മാന്ത്രിക ചെപ്പ്, കാഴ്ചയ്ക്കപ്പുറം, ഘോഷയാത്ര, വംശം, സ്റ്റാലിൻ, ശിവദാസ് തുടങ്ങിയ സിനിമകളിൽ ശ്രീജയെ പിന്നീട് നമ്മൾ കണ്ടു. മൗനം സമ്മതം എന്ന ചിത്രത്തിലൂടെ നടി തമിഴിലും അരങ്ങേറ്റം കുറിച്ചു. മമ്മൂട്ടിയും അമലയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ വിജയലക്ഷ്മി എന്ന കഥാപാത്രമായി ശ്രീജ എത്തി. സൈബന്തി എന്ന സിനിമയിൽ തന്റെ കൂടെ അഭിനയിച്ച സന്താന പാണ്ഡിനെയാണ് നടി വിവാഹം കഴിച്ചത്. വിവാഹത്തിനു ശേഷം നടി അഭിനയത്തോട് വിട പറയുകയും ചെയ്തു. ചെന്നൈയിൽ കുടുംബസമേതം താമസിക്കുകയാണ് ഇപ്പോൾ നടി. ഏറെ നാളുകൾക്ക് ശേഷം അമൃത TVയിൽ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയ ശ്രീജയോട് ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന അവതാരികയുടെ ചോദ്യത്തിന് തന്നെ ഇപ്പോഴാണ് ക്ഷണിച്ചത്, അതുകൊണ്ട് വന്നു എന്ന മറുപടിയാണ് നടി നൽകിയത്. തനിക്ക് കുടുംബമാണ് മുൻഗണനയെന്നും അത് കഴിഞ്ഞേ അഭിനയമുള്ളൂ എന്നും നടി കൂട്ടിച്ചേർക്കുന്നു. ശ്രീജ എന്ന നടിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.